കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. തിരുവോണം നക്ഷത്രക്കാര് ജനിക്കുന്നവര് കുലീനത, ദാനശീലത, നിരന്തര പ്രയത്നശീലം എന്നും ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പരോപകാര തൽപരത, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആഗ്രഹം, ഈ ഗുണങ്ങളോട് കൂടിയ ആളുകളാണ്. നല്ല സംഭാഷണ ചാതുര്യം, ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. തിരുവോണ നക്ഷത്രക്കാർക്ക് ധാരാളം സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. മാത്രമല്ല ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് വലിയ വിശ്വാസമാണ്. ആത്മീയമായിട്ടൊക്കെ ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ, മതപരമായ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാനും അതുപോലെ തന്നെ അതിലൊക്കെ ഉൾക്കൊള്ളാനൊക്കെ ഇവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ആത്മീയതയൊക്കെ ഇവർക്ക് ഭയങ്കര ഒരു ഹോബിയാണ്. പ്രതിസന്ധികളും ഇവർ കഠിനമായിട്ട്, ഏത് പ്രതിസന്ധികളിലും ഇവർ കഠിനമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിൽ ഒരു അടിത്തറ സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് ഒരു അടിത്തറ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാര്. ഇവരുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കും. ആദർശനിഷ്ഠമായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഇവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ പൊതുവായിട്ട് ഏത് ജോലി ചെയ്താലും അതിലൊക്കെ ഉറച്ചു നിന്നുകൊണ്ട് അതൊരു വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാര്. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ഇതാണ് പ്രതികൂല നക്ഷത്രങ്ങള്. ഈ നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ടതായ ദശാകാലങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുർദശ, ശനിദശ, കേതുർദശാകാലങ്ങൾ ഇവര് ദോഷപരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. കാരണം ഈ ദശാകാലങ്ങൾ ഇവർക്ക് ദോഷം തന്നെയാണ്. അത്തം നക്ഷത്രങ്ങളിൽ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രങ്ങളിൽ ഇവർ ക്ഷേത്രത്തിൽ പോവുകയോ ക്ഷേത്രത്തിൽ എന്തെങ്കിലും ആവുന്നത്ര വഴിപാടുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പതിവായിട്ട് ഇവർ ദുർഗാദേവിയെ ഭജിക്കുക, ചന്ദ്രനെ പ്രീതിപ്പെടുത്തുക. ചന്ദ്രന് പക്ഷബലം ഇല്ലെന്നുണ്ടെങ്കിൽ ദുർഗാദേവിയെ ഭജിക്കുന്നത് നല്ലതാണ്. ചന്ദ്രന് പക്ഷബലമില്ലാത്തതാണ് ജാതകത്തിൽ ഉള്ളവരാണ് എങ്കിൽ, ജാതകം നോക്കുമ്പോൾ ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലം ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇത് ദുർഗാദേവി ഭജനവും, പക്ഷജാതകത്തിൽ ചന്ദ്രന് ബലമുണ്ട് എങ്കിൽ അത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ദുർഗാപൂജയും അമാവാസി ദിനത്തിൽ ഭദ്രകാളി പൂജയും ചെയ്യുക. കർത്തവാവ് ദിവസത്തിൽ ഈ നക്ഷത്രക്കാര് അമാവാസി പൂജ ചെയ്യുക. അമാവാസി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലികൾ ചെയ്യുന്നതൊക്കെ നടത്തുന്നത് നല്ലതാണ്. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം, തിങ്കളാഴ്ചയാണ് അന്ന് തിരുവോണം നക്ഷത്രമാണ് എന്ന് വിചാരിക്കുക. തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. രാശ്യാധിപനായ ശനിയാണ് ഇവരുടെ. രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ, അതായത് ശനിയാഴ്ച ദിവസം ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോവുക, ശിവന് കൂവളമാലയോ ധാരയൊക്കെ അഭിഷേകമൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും ശനീശ്വര പൂജ ചെയ്യുന്നതും നല്ലതാണ്. അന്നദാനം കൊടുക്കുന്നത്, ഈ നക്ഷത്രക്കാർ അന്നദാനം നൽകുന്നത് നല്ലതാണ്. തിരുവോണ നാളിൽ അന്നദാനം കൊടുത്തു കഴിഞ്ഞാൽ, തിരുവോണം നാള് നിങ്ങളുടെ പക്കപ്പിറന്നാൾ, ഈ പക്കപ്പിറന്നാളിൽ അന്നദാനം, സാധുക്കൾക്ക് അന്നദാനം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ശ്രേഷ്ഠത ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈ കർമ്മമൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും നിങ്ങളുടെ ദുരിത സമയത്തും ദശാനാഥന്മാർ ദോഷത്തിലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞിരിക്കും. വെളുപ്പ്, കറുപ്പ് നിറങ്ങൾ നമുക്ക് അനുകൂലം തന്നെയാണ്. ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് കറുപ്പും വെളുപ്പും അനുകൂല നിറങ്ങളാണ്.